ആലുവയ്ക്കടുത്ത് ചുണങ്ങംവേലിയിൽ പണ്ട് കുറുക്കൻകുന്ന് എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. കൊടും കാടും കൃഷിയിടങ്ങളും ഇടകലർന്ന കുന്നിൻ പ്രദേശം. സർക്കാർ ഖജനാവിലേക്ക് കരമടയ്ക്കാൻ കാശില്ലാത്തതിനാൽ വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഭൂമി വാങ്ങാൻ ആളുകൾ വിമുഖത കാട്ടിയിരുന്ന കാലം. സെൻറ്റിന് ലക്ഷങ്ങൾ വിലയുള്ള ഇക്കാലത്ത് കേട്ടാൽ അവിശ്വസനീയമായി തോന്നുന്ന കഥകൾ. അന്നത്തെ കുറുക്കൻകുന്ന് ഇന്നില്ല. സെൻറ്റ് ജോസഫ് മൗണ്ട് എന്നാണ് ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്. ആൾത്താമസമുള്ള പുരയിടങ്ങളോട് ചേർന്ന് അക്കാലത്ത് തേങ്ങാപ്പുരയും കളപ്പുരയും കാവൽപ്പുരയുമൊക്കെ ഉണ്ടാകുമായിരുന്നു. കുറുക്കൻകുന്നിലെ കാവൽപ്പുരയിൽ 100 വർഷം മുൻപ് ഒരു തിരി തെളിഞ്ഞു. പിൽക്കാലത്ത് ആഗോള കത്തോലിക്ക സഭയിൽ സാധുജന സംരക്ഷണത്തിൻ്റെ പ്രകാശ ഗോപുരമായി മാറിയ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് അഥവാ അഗതികളുടെ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹത്തിൻ്റെ പിറവിയുടെ പ്രകാശമായിരുന്നു അത്. ആലുവയുടെ ചരിത്രത്തിലെ അവിസ്മരണീയനായ പുണ്യപുരുഷൻ. 1924 വെള്ളപ്പൊക്ക സമയത്ത് നാടിനു വേണ്ടി നിസ്തുലമായ സേവനങ്ങൾ കാഴ്ചവെച്ച ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളിയാണ് SD സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകൻ. അച്ഛൻ അന്ന് ആലുവ സെൻറ് മേരീസ് ഹൈസ്കൂളിൻ്റെ മാനേജർ കൂടിയായിരുന്നു. സിസ്റ്റർ ജോസഫീന, സിസ്റ്റർ സിസിലി, സിസ്റ്റർ ജൽത്രൂദ്, സിസ്റ്റർ കൊച്ചുദ്രേസ്യ എന്നിവരായിരുന്നു SD സന്യാസ സഭയിലെ ആദ്യ അംഗങ്ങൾ. തുടക്കത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിലും അവർ ഇടയ്ക്ക് സന്യസ്ത ജീവിതം ഉപേക്ഷിച്ച് മടങ്ങി. 1926 ഫെബ്രുവരി 2 ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളി കുറുക്കൻകുന്നിലെ കാവൽപ്പുരയിൽ SD സന്യാസ സഭയ്ക്ക് അനൗപചാരിക തുടക്കം കുറിച്ചത്. 1927 മാർച്ച് 19 വിശുദ്ധ യൗസേ പിതാവിൻ്റെ മരണത്തിരുനാൾ ദിനത്തിൽ ഔപചാരിക ഉദ്ഘാടനം നടന്നു. 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഫാദർ പയ്യപ്പള്ളി ദിവംഗതനായി. ബാലാരിഷ്ടതകൾ വിട്ടുമാറാത്ത സഭയെ ദീർഘമായ 41 വർഷം പിന്നീട് നയിച്ചത് മോൺസിഞ്ഞോർ ജോർജ് വല്യാറമ്പത്ത് ആണ്. 1958 ആയപ്പോഴേക്കും സഭ കേരളത്തിൻ്റെ അതിർത്തികൾ കടന്ന് രാജ്യതലസ്ഥാനമായ ഡൽഹി വരെ വളർന്നു. 1989 മാർപ്പാപ്പ സഭയ്ക്ക് പൊന്തിഫിക്കൽ പദവി നൽകി. ഇന്ന് 3 മിഷൻ പ്രൊവിൻസുകളടക്കം 6 പ്രൊവിൻസുകളും തമിഴ്നാട് കേന്ദ്രമായി ഒരു റീജിയനുമുണ്ട്. 13 രാജ്യങ്ങളിലായി 1500ഓളം കന്യാസ്ത്രീകളും 200-ലേറെ ആസ്പിരൻസും 238 കോൺവെൻറ്റുകളുമായി സഭ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവിളി കുറയുന്നു എന്ന വിലാപങ്ങൾക്കിടയിലാണ് SD സന്യാസ സമൂഹത്തിൻ്റെ ഈ വളർച്ച. പഴങ്ങനാട് സമരിറ്റൻ ആശുപത്രി അടക്കമുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളുമൊക്കെ സഭ നടത്തുന്നുണ്ടെങ്കിലും സ്ഥാപകൻ സ്വപ്നം കണ്ടതുപോലെ അഗതികളുടെ സംരക്ഷണത്തിനാണ് പ്രത്യേക ഊന്നൽ നൽകിയിരിക്കുന്നത്. വയോജനങ്ങളുടെ സംരക്ഷണത്തിന് ഇവർക്ക് ഒരു പ്രത്യേക വരം തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. SD സന്യാസ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മർത്താസ് സഹോദരിമാർ. വിപരീത ജീവിത സാഹചര്യങ്ങൾ മൂലം കന്യാസ്ത്രീകളാകാൻ ആവശ്യമായ പഠിപ്പ് ഇല്ലാതെ പോയ സഹോദരിമാർ കന്യാസ്ത്രീകൾക്കൊപ്പം ദൈവശുശ്രൂഷയിലും സാധുജന സേവനത്തിലും മുഴുകിക്കഴിയുന്ന സന്യസ്ത ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം. ദൈവദാസി സിസ്റ്റർ ഡോക്ടർ ഫിദേലിസ് തളിയത്ത് SD സന്യാസ സഭയിലെ ആദ്യകാല അംഗങ്ങളിൽ ഒരാളാണ്. വിശുദ്ധ പദവിയിലേക്കുള്ള വഴിത്താരയിലാണ് അവർ. അങ്കമാലി എടക്കുന്ന് സ്വദേശിനി സിസ്റ്റർ ലിസ് ഗ്രേസ് ഐരൂക്കാരനാണ് ഇപ്പോഴത്തെ മദർ ജനറൽ. SD സന്യാസ സഭയുടെ ശതാബ്ദി ആഘോഷ സമ്മേളനം ഓഗസ്റ്റ് 22 2:30 തോട്ടുമുഖം ജനറലേറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിക്കും. ദൈവം അനുവദിച്ചാൽ സ്ഥാപകൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളിയും സിസ്റ്റർ ഡോക്ടർ ഫിദേലിസ് തളിയത്തും ഒന്നിച്ച് അൾത്താരയിലേക്ക് ഉയർത്തപ്പെടാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.